വമ്പൻ ഹൈപ്പുമായെത്തി തിയേറ്ററിൽ 8 നിലയിൽ പൊട്ടിയ കങ്കുവ OTTയിലേക്ക്. സൂര്യയെ നായകനാക്കി സിരുത്തൈ ശിവ സംവിധാനം ചെയ്ത ചിത്രം 350 കോടിയോളം രൂപ ചെലവിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്തിച്ചത്. പ്രേക്ഷകർ ആദ്യ ദിവസം തന്നെ ചിത്രത്തെ കൈയൊഴിഞ്ഞു. മോശം കഥയും നിലവാരമില്ലാത്ത സംവിധാനവും അഭിനയവും ശബ്ദമിശ്രണവും അടക്കം സിനിമയിലെ സമസ്ത മേഖലകളിലും ഈ സിനിമയ്ക്ക് പഴി കേട്ടിട്ടുണ്ട്. നവംബർ 14 റിലീസ് ചെയ്ത ചിത്രത്തിന് മുടക്കുമുതൽ തിരികെ പിടിക്കാൻ പോലും സാധിച്ചില്ല. 127 കോടിയോളം രൂപയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് ആകെ നേടാനായത്. 100 കോടി രൂപയ്ക്കാണ് ചിത്രത്തിൻ്റെ വിതരണാവകാശം വിറ്റതെന്നാണ് റിപ്പോർട്ടുകൾ. തിയേറ്ററിൽ വീണതോടെ സൂര്യയുടെ കരിയറിലെ ഏറ്റവും ചെലവേറിയ ചിത്രം OTT സ്ട്രീമിങ്ങിന് ഇപ്പോൾ ഒരുങ്ങുകയാണ്. ആമസോൺ പ്രൈമിൽ ഈ മാസം 13-ന് ചിത്രം സ്ട്രീം ചെയ്യും. തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാം ചിത്രം ലഭ്യമാകും. സൂര്യ ഇരട്ട വേഷങ്ങളിലെത്തിയ സിനിമയിൽ ബോബി ഡിയോളാണ് പ്രതിനായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ജഗപതി ബാബു, ദിഷ പട്ടാനി, യോഗി ബാബു, റെഡിൻ കിങ്സ്ലി, കോവൈ സരള, മാരിമുത്തു എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. സൂര്യ റിപ്പോർട്ടിലൂടെ മികച്ച ഒരു കംബാക്ക് നൽകി പിന്നീട് ജയ് ഭീം എന്ന സൂപ്പർ ഹിറ്റ് കൊടുത്ത സൂര്യയ്ക്ക് ശിവയിലൂടെ കരിയറിലെ ഏറ്റവും വലിയ ഫ്ലോപ്പാണ് പിന്നീട് നേരിടേണ്ടി വന്നത്. എന്നാൽ ഇനി വരാനിരിക്കുന്ന സിനിമകൾ പ്രതീക്ഷ നൽകുന്നതാണ്. കാർത്തിക് സുബ്രാജിൻ്റെ പുതിയ സിനിമയാണ് സൂര്യ ആരാധകർ ഏറെ ആകാംക്ഷയിൽ കാത്തിരിക്കുന്നത്. ഈ സിനിമയും 8 നിലയിൽ പൊട്ടുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം.